വെരി ഗുഡ്. എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഈ മുടിയൊക്കെ വളർത്തിയപ്പോഴത്തേക്കും ഈ ഒരു റെഡ് ഇന്ത്യൻ സ്റ്റൈല് കണ്ടിട്ടില്ലേ? ഒരു റെഡ് ഇന്ത്യൻസിനെ കണ്ടിട്ടില്ലേ? അവരുടെ വേഷ സംവിധാനത്തിൽ ഇതുപോലെ മുടി കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇത് വയ്ക്കും. എന്തുകൊണ്ടാണ് ഈ മുടി നീട്ടി വളർത്തിയത് പോട്ടെ, ഈ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോഴത്തേക്ക് വീട്ടില് എനിക്ക് തോന്നുന്നു കുടുംബമൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവരെ കൂടെ വിളിക്കാം. തീർച്ചയായിട്ടും. നമസ്കാരം. ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. രാജേഷ് ഈ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, അത് മാത്രമല്ല സ്ട്രെയിറ്റനും ചെയ്തിട്ടുണ്ട്. രാജി എന്ത് പറയുന്നു? എനിക്കത് വളരെ ഇഷ്ടമാണ്. അല്ല, അങ്ങനെ ഒരു വാക്കി പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. രാജിയുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്തോ? ഇല്ല, എന്റെ മുടി ഇങ്ങനെ തന്നെയാ. ഇങ്ങനെ. അപ്പൊ രാജിയുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്യണമെന്ന് രാജേഷ് പറഞ്ഞില്ലേ? രണ്ടും രാജാണ് അല്ലേ? പറഞ്ഞില്ലല്ലേ? ഇല്ല ഇല്ല, എന്റെ മുടി ഇതുപോലെ തന്നെയാ അത് മതിയല്ലേ? സ്ട്രെയിറ്റൻ ചെയ്യണ്ട? ഇല്ല ഇല്ല, ഒന്നും ചെയ്യണ്ട. ഇദ്ദേഹം ചെയ്തോട്ടല്ലേ? അതെ അതെ, എന്നെ പോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെ? എന്നെ പോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഒരു ഓടക്കുള്ളിൽ എടുത്തെന്നാ വായിക്കൂ. മോടെ പേരെന്താണ്? എന്റെ പേര് അമല. പാടുവോ? പാടും? ഇല്ല. അടുത്ത ആള് പച്ച. ഞാൻ അമൃത. അമല, അമൃത, രാജി, രാജേഷ്. എങ്ങനെ ഇവര് പഠിക്കൂ, പാടുവോ? എങ്ങനെയാണ് അവര് കലയില്? രണ്ടുപേരും കുറച്ച് പാട്ട് പഠിച്ചിട്ടുണ്ട്, ഡാൻസും പഠിച്ചിട്ടുണ്ട്. കുറച്ച് ഡാൻസ് അത്യാവശ്യം ഒരു അരങ്ങേറ്റം വരെയൊക്കെ ആയതാണ്. ബിജുബാലേട്ടന്റെ വൈഫിന്റെ അടുത്ത് പഠിച്ചിരുന്നത്. അപ്പൊ ചേച്ചി മരിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ അതെ, ഭയങ്കര ഒരു നഷ്ടമായി. അതെ അതെ. വൈഫ് രാജി ഹൗസ് വൈഫാണ്, നന്നായിട്ട് ആസ്വദിക്കും. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം. അതായത് നമ്മളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഇപ്പം ആരും അംഗീകരിച്ചില്ലെങ്കിലും, ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഞാനൊരു ഗാനമേള പാടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫ്ലൂട്ട് കച്ചേരി നടത്തുന്നു, ഒരു ഓടക്കുഴൽ കച്ചേരി നടത്തുന്നു. പക്ഷേ ഇത് ആരും അംഗീകരിച്ചില്ലെങ്കിലും വീട്ടിൽ വരുമ്പം ഭാര്യ പറയണം നന്നായിരുന്നു രാജേഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. തീർച്ചയായിട്ടും അല്ലേ? സാധാരണ ഒരു കവർ സോങ് ചെയ്താൽ അത് ഞാൻ രാജിയെ കേൾപ്പിക്കും. രാജു പറയും, രാജേഷേട്ടൻ എന്തൊരു കുറവുണ്ടല്ലോ, ചിലപ്പോൾ അത് ഫൈനൽ മിക്സ് ആയിരിക്കില്ല, അപ്പൊ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കേൾപ്പിക്കുന്നതാണ്. അപ്പൊ എന്തോ ഒരു കുറവുണ്ട്, അപ്പൊ ഞാൻ അതിനുശേഷം ഒറിജിനൽ ട്രാക്ക് കേൾപ്പിക്കും. നന്നായിട്ടുണ്ട് കേട്ടോ. അതെ അതെ, അങ്ങനെ ഒരു ഇങ്ങനെ തന്നെയാണ് എൻ്റെ വൈഫും. കാരണം ക്രിട്ടിസൈസ് ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കുമോ ഇവക്ക് ഇന്ന് വല്ല ദേഷ്യവും കാണും എൻ്റെ അടുത്ത് എന്ന് ഉദ്ദേശിക്കും. പക്ഷെ ഫൈനൽ റിസൾട്ട് വെളിയെ ആൾക്കാർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പറഞ്ഞത് ശരിയാണല്ലോ. മക്കൾ അത് തന്നെയാണ്. പ്രത്യേകിച്ച് എന്താ പറയാ, ഈ മ്യൂസിക്കലി അമല കൃത്യമായിട്ട് പിടിക്കും. ബാക്കിയുള്ള എഡിറ്റിംഗ് കാര്യങ്ങളിൽ അമൃത് പറയും, അച്ഛാ എൻ്റെ ആ ഫിംഗർ അവിടെ ഇച്ചിരി താന്നു പൊങ്ങി, അവിടെ നോട്ട് പ്ലെയിൻ ആണല്ലോ. പിന്നെ എഡിറ്റിംഗ് എല്ലാം കൃത്യമായിട്ട് പിടിക്കാറുണ്ട്. എനിക്ക് രാജേഷിന്റെ അവസ്ഥ മനസ്സിലായി. കാരണം ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. രാജ്യം ഒരു കാര്യത്തിൽ പിടിക്കുന്നു, അമല പറയുന്നു അത് അത്ര ശരിയായില്ലെന്ന് പറയുന്നു. ജീവിതം അങ്ങനെ ഒരു പ്രശ്നമായിട്ട് കിടക്കുകയാണോ? അല്ലല്ലോ. ഇല്ല. ഓക്കെ.